വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ ജനനം. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നു കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവൾ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവന്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബം, ദൈവപ്രസാദം നിഴലിക്കുന്ന വേദി. ലോക റെക്കോർഡുകൾ ഔപചാരികമായ രീതിയിൽ രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണല്ലോ ദി വേൾഡ് റെക്കോർഡ്സ് ഓഫ് ഗിന്നസ്. ഗിന്നസ് പുസ്തകം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആ പുസ്തകം. അതിൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള സ്ഥാപനം ഏത് എന്ന ചോദ്യത്തിന് എന്താണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുവരികിലും യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തേണ്ട പേര് കുടുംബം എന്നായിരിക്കണം എന്നാണ് എന്റെ നിഗമനം. കാരണം കുടുംബം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമായി മനുഷ്യന് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ്. മനുഷ്യൻ വീട് നിർമ്മിക്കുന്നു. മനുഷ്യൻ നിർമ്മിക്കുന്ന വീട് ഒരു കുടുംബമായിട്ട് തീരണമെന്ന് വരികില് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടേ അത് നടക്കൂ. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഭാഗം കെട്ടിടമോ വീട് വെക്കുന്നതിലോ ഒതുങ്ങുന്നു. ദൈവമാണ് അതിനെ കുടുംബമായിട്ട് ഉയർത്തുന്നത്. മനുഷ്യൻ പണിയുന്ന വീടുകളുടെ മുഖച്ഛായയ്ക്കും വലിപ്പത്തിനും പ്രൗഢിക്കുമൊക്കെ വളരെ സൗന്ദര്യവൽക്കരണം ഇന്ന് ലോകത്തിൽ ഉണ്ടാകുന്നു എന്ന് ഒരിക്കലും ദൈവത്തിന്റെ സ്ഥാപനമായിട്ടുള്ള കുടുംബത്തിന്റെ മുഖച്ഛായയ്ക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാധുര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ സത്യത്തിന് വിപരീതമായി ലോകത്തിൽ നിലനിന്നിരുന്ന ഒരു കുടുംബത്തെ പറ്റി നമ്മുടെ മുമ്പിൽ പറയുകയാണ് സുവിശേഷകനായ വിശുദ്ധ ലൂക്ക ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ആ കുടുംബം ഒരു അണുകുടുംബത്തിന്റെ കഥയാണ്. കുടുംബനാഥനും ആയിട്ടുള്ള സക്രിയാസും കുടുംബിനിയായിട്ടുള്ള എലിസബത്തും ഉന്നത കുലജാതരാണ്. അവർ ഇരുവരും നീതിനിഷ്ഠമായ രീതിയിൽ ജീവിക്കുന്നവരും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതിദായകമായിട്ടുള്ള ജീവിതം കഴിക്കുന്നവരും ആയിരുന്നു എന്ന് അവരെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സന്തുഷ്ടമായി ജീവിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കുടുംബം. എന്നാൽ ആ കുടുംബത്തിന് സ്വകാര്യമായി ആഴത്തിലൊരു ദുഃഖമുണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. ഇത് അവരെ ദുഃഖിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ദുഃഖം അവര് ദൈവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് സന്തുഷ്ടമായി തന്നെ സമാധാനത്തോടുകൂടെ പരസ്പരം പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒരു തരത്തിലും പൊട്ടലും ചീറ്റിലുമില്ലാതെ സന്തുഷ്ടമായിട്ട് ജീവിക്കാനിടവന്ന ഒരു കുടുംബം. ഇതിന്റെ ദുഃഖത്തിന്റെ ആഴം
ഒരു വേള അവരെ പറ്റി പരാമർശിക്കുന്നു. അവർ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീതിനിഷ്ഠമായിട്ട് ജീവിതം നയിച്ചിരുന്ന നീതിമാന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ, അന്നത്തെ സമൂഹത്തിന്റെ ചിന്താരീതി അനുസരിച്ച് ദാമ്പത്യത്തിന് മക്കളില്ലാത്ത സ്ഥിതിവിശേഷം ദൈവത്തിന്റെ ശാപമായിട്ട് കരുതുന്ന ആ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ശാപഗ്രസ്തരായിട്ട് തീർന്നിരിക്കുന്നു എന്ന ഒരു ചിത്രവും ഇവരെ ചുറ്റിപ്പറ്റി രംഗത്ത് വരുന്നു. ഇങ്ങനെ രണ്ട് വശങ്ങൾ ഒരേ സമയത്ത് ഇവരെ പറ്റി പ്രസരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് മനസ്സിന് വളരെയേറെ ക്ലേശം കൂട്ടാൻ ഇടവരുന്നു. അങ്ങനെ കൂട്ടുന്ന സാഹചര്യത്തിൽ പോലും സുവിശേഷത്തിൽ നമ്മൾ ഇവരെ പറ്റി കാണുന്നത് ഒരു തരത്തിലും അസ്വസ്ഥതകളും ഭിന്നാഭിപ്രായങ്ങളും ഇല്ലാതെ സന്തുഷ്ടമായിട്ട് ആയിരിക്കുന്ന സ്ഥിതിവിശേഷം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. ഇവരുടെ ഈ ശ്രേഷ്ഠകരമായ മനോഭാവം കണ്ട് കൂടുതൽ തൃപ്തിയും മതിപ്പും തോന്നിയിട്ടായിരിക്കണം ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നു. പുരോഹിത കുലത്തിൽപ്പെട്ട സഖറിയാസ് ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് പോയ സമയത്ത് ദൈവത്തിന്റെ ഈ തീരുമാനം ഒരു ദൂതൻ വഴിക്ക് സഖറിയാസിനെ അറിയിക്കുന്നു. സഖറിയാസിനോട് പറയുന്നു, ദൈവം നിങ്ങളെ പ്രസാദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു പുത്രനെ തരാൻ ദൈവം തീരുമാനിച്ചായിരിക്കുന്നു. ഈ ദൂത് വിശ്വസിക്കാൻ സഖറിയാസിന് സാധിച്ചില്ല. കാരണം സന്താന ഉൽപാദനത്തിനുള്ള ആ കാര്യപ്രാപ്തി ക്ഷയിക്കത്തക്ക വിധത്തിലുള്ള വാർദ്ധക്യത്തിലേക്ക് സഖറിയാസ് എത്തിക്കഴിഞ്ഞു എന്ന് സഖറിയാസിന് അറിയാം. തന്റെ ഭാര്യയാണെങ്കിൽ അന്നത്തെ നിലവിലുള്ള വൈദ്യശാസ്ത്ര അഭിപ്രായം അനുസരിച്ച് പ്രസവിക്കാൻ സാധിക്കാത്ത വന്ധ്യയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷത്തിൽ ഒരു കുഞ്ഞിനെ തന്റെ ഭാര്യ പ്രസവിക്കും എന്ന് പറയുന്ന ആ ദൂതന്റെ വാക്ക് വിശ്വസിക്കാൻ സഖറിയാസിന് സാധിച്ചില്ല. അതിന്റെ കാരണം സഖറിയാസ് മാനുഷികമായ രീതിയിൽ ചിന്തിച്ചു. മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് അല്ല ആ ദൂതന്റെ പ്രസ്താവന എന്ന് സഖറിയാസ് കണ്ടു. ദൈവത്തിന് അതിലെ തീർത്തും അസ്വസ്ഥനായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ സഖറിയാസിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ദൈവം സഖറിയാസിനെ ശിക്ഷിക്കുന്നതിനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ സഖറിയാസിന് അത് ശിക്ഷയായിട്ട് തന്നെ അനുഭവപ്പെടുന്നു, കഠിനമായ ശിക്ഷ. ഇങ്ങനെ ശങ്കിച്ചതുകൊണ്ട് മനുഷ്യരുടെ പ്രാപ്തിയേക്കാൾ അതീതമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് സഖറിയാസിനെ ചിന്തിക്കാൻ ആകാതെ വന്നതിൽ ദുഃഖിതനായിട്ട് ദൈവം സഖറിയാസിനെ ശിക്ഷിക്കുന്നു. സംസാരശേഷിയും കേൾവിശക്തിയും നശിപ്പിക്കുന്നു. സന്തോഷവാനായ ഭാര്യയോട് വിട പറഞ്ഞ് ദേവാലയത്തിൽ പോയി തിരിച്ചെത്തുന്ന സഖറിയാസിന് ഒരു വാക്ക് സംസാരിക്കുന്നതിനോ ഭാര്യ പറയുന്നത് കേൾക്കുന്നതിനോ സാധിക്കാത്ത വെറും ഒരു പാവ കണക്കെയായിത്തീരുന്നു. ദൈവത്തിന്റെ പ്രസാദമാണ് ആ കുടുംബത്തിലെ ഉണ്ടായത് എന്ന് ഉള്ള ദൂതൻ ആ ദൂത അറിയിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രസാദം, അനുഗ്രഹം ശാപമായിട്ട് മനുഷ്യന് തോന്നുന്ന ഒരു നിമിഷം, ഈ അനുഗ്രഹം വേണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു നിമിഷമായിരുന്നു അവരെ സംബന്ധിച്ച്. ഈ നിമിഷത്തിലും ഒരു തരത്തിലും പരാതിയോ ഒരു തരത്തിലും പരിഭവങ്ങളോ ഭിന്നിപ്പോ അസന്തുഷ്ടിയോ പ്രകടിപ്പിച്ചതായിട്ട് നാം അവരെ പറ്റി വായിക്കുന്നില്ല. ഈ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലും അവർക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടെ അവർ സമാധാനത്തിൽ തന്നെ നീങ്ങാൻ ഇടവരുന്നു. ഇതാണ് ആ കുടുംബത്തിന്റെ മുഖച്ഛായയ്ക്ക് മങ്ങലേൽക്കാത്ത, ഇമ്പം തരുന്നുകൊണ്ടിരിക്കുന്ന, ഇമ്പത്തോടുകൂടി നീങ്ങുന്ന ആ മാതൃകാ കുടുംബം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നീങ്ങി കാലങ്ങൾ കഴിഞ്ഞു. എലിസബത്തിന്റെ പ്രസവിക്കാനുള്ള സമയമായി. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭം തന്നെ. എലിസബത്ത് പ്രസവിക്കുന്നു ഒരു ആൺകുഞ്ഞിനെ. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുക എന്ന ആ സ്ഥിതിവിശേഷത്തിൽ നിന്നേക്കാൾ ഒരു ആൺകുഞ്ഞിന്റെ ജനനം വലിയ സന്തോഷമാണ് കുടുംബത്തിലും ചുറ്റുപാടിലും ഉണ്ടാക്കാനിട വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയൽവക്കക്കാരൊക്കെ കുടുംബത്തിലേക്ക് വരുന്നു, സന്തോഷത്തിൽ പങ്കുചേരുന്നു. എല്ലാവരും കുഞ്ഞിനെ കണ്ട്
സന്തോഷം അറിയിക്കുന്നു. അങ്ങനെ സന്തുഷ്ടചിത്തരായിട്ട് അവരുടെ വീടുകളിലേക്ക് പോകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. 8-ാം ദിവസമായി. അന്നത്തെ ആചാരം അനുസരിച്ച് ഛേദനാചാര കർമ്മത്തിനുള്ള ദിവസമായി. അതിനെ വലിയ ആഘോഷമായിട്ട് തന്നെ ആ കുടുംബത്തിൽ നടത്താമെന്ന് തീരുമാനിച്ചു. കാരണം ബന്ധുജനങ്ങളെയൊക്കെ ക്ഷണിക്കുന്നു. എല്ലാവരും എത്തുന്നു. ശിശുവിനെ പേര് കൊടുക്കണം. അത് യഥാർത്ഥത്തിൽ പിതാവിന്റെ കടമയും ഉത്തരവാദിത്വവുമാണ്, അവകാശവുമാണ്. എന്നാൽ പിതാവിനോട് അത് ചോദിക്കാനോ പിതാവിന്റെ ആഗ്രഹം എന്താണെന്ന് പറയാനോ സാധിക്കാത്ത സ്ഥിതിവിശേഷം ആണ് പിതാവിനുള്ളത്. അതുകൊണ്ട് ക്ഷണിച്ചു വന്നിട്ടുള്ള കാരണന്മാരായിട്ടുള്ള ആളുകൾ ഒന്നിച്ച് ആലോചിക്കുന്നു. ഈ പ്രത്യേകമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ അവരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വീട്ടുനടപ്പനുസരിച്ച് പിതാവിന്റെ പേര് കുഞ്ഞിന് കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. സഖറിയാസ് എന്ന് വിളിക്കാം. സാമാന്യം നാമകരണത്തിന് അമ്മയുടെ അഭിപ്രായമൊന്നും ചോദിക്കുന്ന പതിവ് അക്കാലത്ത് ഇല്ലായിരുന്നു. എങ്കിലും ദേവാലയത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് പതിവിന് അപ്പുറത്ത് നിന്നുകൊണ്ട് കാരണന്മാരായിട്ടുള്ള ആളുകള് എലിസബത്തിനോട് അവളുടെ അഭിപ്രായം ചോദിക്കുന്നു. നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കുഞ്ഞിനെ സഖറിയാസ് എന്ന് പേര് കൊടുക്കാനാണ്. നിന്റെ അഭിപ്രായം അത് തന്നെയല്ലേ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ എലിസബത്ത് അവരോടായിട്ട് പറയുന്ന ഉത്തരമാണ്, എന്റെ മകന്റെ പേര് സഖറിയാസ് എന്നല്ല, യോഹന്നാൻ എന്ന് വിളിക്കണം. പെട്ടെന്ന് തോന്നും, സ്വന്തം ഭർത്താവിനോടുള്ള പ്രീതിയാണോ എന്ന് പോലും ചില മനുഷ്യർക്ക് തോന്നാം. പക്ഷേ സത്യം അതിൽ നിന്ന് നേരെ വിപരീതമാണ്. ഇവര് എലിസബത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ വളരെ അസ്വസ്ഥരായി കാരണന്മാരെ. കാരണം അവരുടെ തറവാട്ടിൽ പോലും യോഹന്നാൻ എന്ന് പറയുന്ന ഒരാളില്ല. സാമാന്യം നാട്ടിലെ നടപ്പനുസരിച്ച് അപ്പന്റെ പേരാണ് കൊടുക്കേണ്ടത് സഖറിയാസ്. അമ്മോട് കാര്യങ്ങൾ ചോദിക്കാറുമില്ല. പക്ഷെ ചോദിക്കാൻ ഇടവന്നു. അവളുടെ അഭിപ്രായം അറിഞ്ഞ നിലയ്ക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള സ്ഥിതിവിശേഷത്തിലെ കാരണന്മാരെത്തിയപ്പോ ആ സ്തംഭനാവസ്ഥയെ ഭഞ്ജിക്കുന്നതിന് വേണ്ടി പിതാവിനോട് തന്നെ ആശയവിനിമയം ചെയ്യാം എന്ന് അവർ വീണ്ടും വിചാരിക്കുന്നു. അതിൽ കൂടിയ ഒരാൾക്കൊരാശയം തോന്നി. ആംഗ്യഭാഷയിൽ പിതാവിനോട് സംസാരിക്കുന്നു. പിതാവ് സഖറിയാസ് ആംഗ്യഭാഷയിൽ തന്നെ അവരോട് പറയുന്നു, ഒരു എഴുത്തുപലക കൊണ്ടുവരാൻ. അങ്ങനെ എഴുത്തുപലക കൊണ്ടുവരപ്പെടുന്നു. അതിലെ സുന്ദരമായ രീതിയിൽ സഖറിയാസ് എഴുതുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നാകുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. പിതാവ് അവന്റെ പേര് യോഹന്നാൻ എന്നാകുന്നു എന്ന് എഴുത്തുപലകയിൽ എഴുതിയതോടുകൂടെ ദൈവത്തിന്റെ ശിക്ഷ അവിടെ ഇളവ് ചെയ്യപ്പെടുകയാണ്. സഖറിയാസിന്റെ ചെവി തുറക്കപ്പെടുന്നു. സംസാരശേഷി തിരിച്ചു കിട്ടുന്നു. പൂർണ്ണ സുഖം പ്രാപിക്കുന്നു സഖറിയാസ്. ഇവിടെ ഈ കുടുംബത്തിൽ എന്തുണ്ടായി എന്നുള്ളതാണ് നാം ശ്രദ്ധാവിഷയം. എലിസബത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് സഖറിയാസ് കേട്ടിട്ടില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ സഖറിയാസിന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സ്ഥിതിയിലെ സഖറിയാസിന്റെ അഭിപ്രായവും എലിസബത്തിന്റെ അഭിപ്രായവും ഒന്നു തന്നെ ആയി വന്നപ്പോ രണ്ടുപേരുടെ മനസ്സ് വളരെയേറെ യോജിപ്പിലാണ് എന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ദൈവത്തിന്റെ പ്രസാദം യഥാർത്ഥത്തിൽ മനുഷ്യന് അനുഭവവേദ്യമാകുന്നത്. അവിടെയാണ് പാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകാവുന്ന ശിക്ഷ പോലും ഇളവ് ചെയ്യപ്പെടുന്ന രംഗമാണത്. ഭാര്യയെ അംഗീകരിക്കുന്ന ഭർത്താവും ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭാര്യയും ഏക മനസ്സായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ആ കുടുംബത്തിലാണ് ദൈവത്തിന്റെ പ്രസാദം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അനുഭവവേദ്യമാകാൻ ഇടവരുന്നത് എന്ന സത്യമാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ കുടുംബം കൊണ്ടുവരുന്നത്. ഈ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി വന്ന ആളുകളൊക്കെ ഈ കുഞ്ഞിനെ പറ്റി പറയുന്നു, ഇവൻ മഹാനായിത്തീരും. കുഞ്ഞിനെപ്പറ്റി നല്ലതല്ലാതെ ഒരാൾക്കും ഒന്നും പറയാനില്ല. അപ്പനെ അംഗീകരിക്കുന്ന അമ്മയും അമ്മയെ അംഗീകരിക്കുന്ന അപ്പനുമുള്ള ഒരു കുടുംബത്തിലെ അവർക്ക് പിറക്കുന്ന ഒരു കുഞ്ഞ് മഹാനോ മഹതിയോ ആയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ നല്ല നിലയിലെത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ കുടുംബത്തിലെ ഐക്യത്തിൻ്റെതായിട്ടുള്ള മനസ്ഥിതിയുടെ യോജിപ്പിൻ്റെതായിട്ടുള്ള
വിട്ടുവീഴ്ചയായിട്ടുള്ള സമാധാനത്തിന്റെ സ്ഥിതിവിശേഷം പുലർത്തിയെങ്കിലേ മക്കളുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുന്ന സാധിക്കുകയുള്ളൂ എന്ന സത്യം നമ്മൾ മറന്നു പോകുന്നു. എന്നിട്ട് എന്തു വേണമെങ്കിലും മക്കൾക്ക് വേണ്ടി ചെലവിടാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സംജാതമാകുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം സംലഭ്യമാകുന്നതിന് ഏറ്റവും സഹായമാകുന്ന ഒരു അവസ്ഥ കുടുംബത്തിലെ സമാധാനം നിലനിർത്താൻ സാധിക്കണം. അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ആരൊക്കെ ചെയ്താലും ആ ത്യാഗം ദൈവത്തിന് പ്രസാദം അനുഭവവേദ്യമാകത്തക്ക വിധത്തിലേക്ക് നീങ്ങാൻ ഇടവരുന്ന ഒരു സത്യമായിട്ട് അത് നിലനിൽക്കും എന്നുള്ള കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. ക്രിസ്മസിന് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഇത്. അതിനുള്ള സൂചന എന്ന വിധത്തിലും അതിന്റെ ഒരുക്കത്തിന്റെ ഭാഗമെന്ന നിലയിലുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവ് ദൈവത്തിന്റെ പുത്രനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണത്. ദൈവത്തിന്റെ പുത്രനെ വരവേറ്റ് ദൈവത്തിന്റെ പുത്രന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഇടവരണം എന്ന് വരികിലേ, ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കാൻ ഇടവരണം എന്ന് വരികിലേ, യഥാർത്ഥത്തിൽ നമുക്ക് ക്രിസ്മസ് എന്താണെന്ന് അനുഭവിക്കാൻ ഇടവരണം എന്ന് വരികിലേ, ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് സമാധാനത്തിന്റെ അന്തരീക്ഷം, സംതൃപ്തിയുടേതായിട്ടുള്ള അന്തരീക്ഷം, ഏക മനസ്സിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം, വിട്ടുവീഴ്ചയുടേതായിട്ടുള്ള അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലേ യേശുവിനെ പിറക്കാൻ സാധിക്കുള്ളൂ എന്ന സത്യം ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം.